ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളികൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയും അതേപോലെ തന്നെ സുധീഷും കൂടി വക്കീലിൻ്റെ മുന്നിലേക്ക് ഇരിക്കുക. അപ്പോൾ വക്കീൽ കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കൗൺസിലർ പറയണം, അപ്പോൾ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധമാണെന്ന് നിധി പറയാണ്. അതൊന്നും കൂടിയാണ്, പ്ലീസ് മാഡം ദയവ് ചെയ്ത് ഇതിന് എതിരഭിപ്രായം ഒന്നും പറയാൻ നിൽക്കരുത്, ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുമ്പം ശരി, ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്കതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും പറഞ്ഞു വയ്ക്കുക. അപ്പോൾ സുധീഷിന് ഭയങ്കര സങ്കടം തോന്നി. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് സുധീഷും പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ നിധിയാണെങ്കിൽ സുധീഷിനോട് കയർത്ത് സംസാരിക്കണം, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ കോടതി പോയി പറഞ്ഞത് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയാനാ നിധി, നമ്മളുടെ രണ്ടുപേരുടെ അറേഞ്ച് മാരേജ് എന്ന് പറയണോ, ലവ് മാരേജ് എന്നല്ലാതെ വേറെ ഒന്നും അവിടെ പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി ഈ കല്യാണം പോലീസുകാർ നടത്തുന്നതെന്ന് പറയണോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ പോലീസുകാരടക്കം കുടുങ്ങും. അവർക്ക് ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യണോ? പിന്നെ അതുമാത്രമല്ല, നമ്മൾ ചീറ്റ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടേ ആദ്യം കിടന്ന ആഫ്രിക്കൻ കങ്കാരുമില്ലേ, ആ കങ്കാരുവിനെ നമ്മൾ പേടിക്കേണ്ടി വരും. നമ്മൾക്കെതിരെ കേസ് കൊടുക്കും അവരെ ചീറ്റ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ വേണമായിരുന്നോ നിധി എന്ന് പറയുകയാണ്. അപ്പോൾ നിധിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണല്ലേ. അപ്പോൾ ആ പറഞ്ഞൊക്കെ സത്യമാണല്ലേ, പിന്നെ അല്ലാതെ സത്യം തന്നെയാ. ഞാനങ്ങനെ പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് നടക്കില്ല, ഒരു കുന്തവും നടക്കില്ല. എൻ്റെ ദൈവമേ, ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടന്നാൽ മതി, അതുമാത്രമാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിയാണല്ലോ തനിക്ക് എന്ന് നിധി പറയുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഇച്ചിരി കൂടുതലാണ്, വിചാരിച്ച പോലെയല്ല, ഇതിലൊക്കെ അല്പം ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സുധീഷ് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ നീ എൻ്റെ അടുത്ത് പിരിക്കുന്നത്, അതേപോലെ തന്നെ ഇനി നീ എന്നെ പിരിഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല, ജീവിതകാലം മുഴുവനും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും, അതിന് ഞാൻ ഏത് അറ്റം വരെയും പോവുകയും ചെയ്യും എൻ്റെ നിധിയെ. എന്താ സുധീഷ് എന്താ ആലോചിക്കുന്നത്? ഞാൻ ആലോചിച്ചത് എങ്കിൽ പിന്നെ നമുക്ക് പോയി ഒരു ചായയും കടിയൊക്കെ കഴിച്ചാലോ എന്ന്. അതിനെന്താ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും നേരെ ഹോട്ടലിലേക്ക് പോവുക. അങ്ങനെ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ ഇരുന്നിട്ട് നിധിക്കൊരു ജ്യൂസ് മേടിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സുധീഷാണെങ്കിൽ ഒരു പപ്സൊക്കെ കഴിക്കുകയാണ്. എൻ്റെ ദൈവമേ, എത്രയും പെട്ടെന്ന് ഈ ഡിവോഴ്സ് ഒന്ന് നടന്നാൽ മതിയായിരുന്നു, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് കേട്ട സുധീഷോ, ഇവൾക്ക് ഒരു മനസ്സാക്ഷിയില്ല കേട്ടോ, ഇവളെന്ത് ഇങ്ങനെ കിടന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, എൻ്റെ മനസ്സിലുള്ള വികാരങ്ങളെക്കുറിച്ച് ഇവൾ ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കുന്നില്ല. അവൾക്ക് അവളുടേതായ സന്തോഷം അത്രേ മാത്രമേ ഉള്ളൂ. ഇവളേക്ക് ഇത്ര സ്നേഹിച്ചിട്ടും ഇവളെന്താ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ സുധീഷ് ഇങ്ങനെ ആലോചിച്ച് കൂട്ടത്? ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കൂട്ടിയതാണ്. അപ്പം നിധി നോക്കാൻ നേരത്ത് സുധീഷിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പപ്സ് തിന്നാൽ കുറേ പൊടികളൊക്കെ ഇരിക്കുകയാണ്. അതെ, മുഖത്ത് നോക്കി കണ്ടേ പപ്സിൻ്റെ പൊടി. അപ്പോൾ ഇപ്പോൾ തൂത്ത് കളഞ്ഞപ്പോൾ ഇക്കളല്ല അപ്പുറത്തൊക്കെ അവള്. അപ്പോൾ തൂത്ത് പോയോ അല്ലേ? പോയില്ല, ഞാൻ തൂത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് സുധീഷിൻ്റെ വായയിൽ ആ പപ്സിൻ്റെ പൊടിയൊക്കെ തൂത്ത് കളയാം. തൂത്ത് സുധീഷിന് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അപ്പോൾ സുധീഷ് വീണ്ടും നിധിയെ കൊണ്ടൊന്ന് തൂത്ത് കളയിപ്പിക്കാൻ വേണ്ടി പപ്സ് കുറേ ഇങ്ങനെ കടിച്ച് ചെന്ന് മുഖത്തൊക്കെ അങ്ങനെ ആക്കി വെക്കുകയാണ്. അപ്പോൾ നിധി നോക്കി കഴിഞ്ഞപ്പോഴേക്കും എന്താ നിധി, എൻ്റെ മുഖത്ത് മുഴുവൻ പപ്സിൻ്റെ പൊടിയുണ്ടോ? തൂത്തോ, എന്നാ ടിഷ്യൂ പേപ്പർ എന്നാ തൂത്തോ. അയ്യടാ, കയ്യെത്തുന്ന ദൂരത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് തൂത്താൽ മതി. ശരിയാണല്ലേ, കയ്യെത്തുന്ന ദൂരത്ത് തന്നെയല്ലേ, ഞാൻ തൂത്തോളാം, കുഴപ്പമൊന്നുമില്ലെന്നേ എന്നും പറഞ്ഞ് സുധീഷ് എൻ്റെ മുഖത്ത് പപ്സൊക്കെ തൂത്ത് കളയാണ്. നിധി, ഇനി ഞാനൊരു കാര്യം പറയട്ടെ നിധിയെ നല്ല സുന്ദരിയായിട്ടുണ്ട്. അതെന്താ? അല്ല, എപ്പോഴും സുന്ദരി തന്നെയാണ്, ഇന്നേ അതിൽ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്, നല്ല ഐശ്വര്യമുണ്ട് മുഖത്ത്. അത് ചിലപ്പോൾ ഈ മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചല്ലോ, അതിൻ്റെ സന്തോഷമായിരിക്കും മുഖത്ത് കാണുന്നത്. ഈ ഡിവോഴ്സ് നടക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ സുധീഷിനും അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് തോന്നണേ ആ കൗൺസിലറൊക്കെ നമ്മളെ ഓരോന്ന് പറഞ്ഞ് ഈ ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതേ നിധി, എന്നോടും ഒറ്റക്ക് സംസാരിച്ചപ്പോൾ അങ്ങനെയാ ആ കൗൺസിലർക്ക് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയായിരുന്നു, എന്തിനാണ് ഈ ഡിവോഴ്സ്, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചങ്ങോട്ട് ജീവിച്ചുകൂടെയെന്ന്. അതൊന്നും വേണ്ട, അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, അത് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യമാണ്. അതെ, അങ്ങനത്തെ ചിന്തകളൊന്നും മനസ്സിൽ വെച്ചിട്ട് വെക്കരുതേ, മനസ്സിലായല്ലോ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് അങ്ങോട്ട് കിട്ടിയാൽ മതി, എന്നാലേ എനിക്ക് തൃപ്തിയാകുള്ളൂ, സമാധാനമാവുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മനസ്സിലായി, എങ്കിൽ പിന്നെ
നമുക്ക് പോയാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പോകാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയാണ്. അപ്പോൾ ഹരീഷ് ആണെങ്കിൽ അതിലേറെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലെ രണ്ട് ജോലിക്കാർ പറയാണ്, ഇതെന്താണ് ഹരീഷ് ഏട്ടാ, നിങ്ങൾ കുറേ നേരമല്ലേ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ബ്രേക്ക് നന്നാക്കാൻ വരുന്നവരുടെ ഇത് എൻജിൻ ശരിയായി കൊടുക്കുക, പിന്നെ പെട്രോൾ ടാങ്കിൽ ഓയിൽ ഒഴിക്കുക, ഇതെന്തൊക്കെ പരിപാടികളാണ് ഹരീഷ് ഏട്ടാ നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത്? നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയൊന്നല്ല, നിങ്ങളുടെ എൻജിൻ ഫുള്ള് തകരാറിലാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നേ. അതൊക്കെ ക്ലീൻ ആക്കണമെങ്കിലേ ഒരു മെസ്സേജ് ഒന്ന് അവർക്ക് മെസ്സേജ് അഴക്കേ, അവരെക്കുറിച്ച് ചിന്തിക്കുക, ഒക്കെ അങ്ങനെ ചെയ്യുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്ക് മെസ്സേജ് അഴക്കാൻ, ആരെക്കുറിച്ച് ചിന്തിക്കുന്നു? എനിക്കങ്ങനെ ആരോടും മെസ്സേജ് അഴക്കാനുമില്ല, ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ട് കൂട്ടുകാരന്മാരും കൂടി കുറേ പഞ്ച് ഡയലോഗുകളെല്ലാം പറയാം. അപ്പോൾ പഞ്ച് ഡയലോഗുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ നിർത്തിക്കോട്ടോ, ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞത് ഒരു തമാശ രീതിയിലാണ്. പക്ഷേ ഹരീഷ് ഏട്ടനൊരു കാര്യം ചിന്തിക്കണം. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ഹരീഷ് ഏട്ടന് മെൻ്റലാവും. അതുകൊണ്ട് ഒന്നും ആലോചിക്കണ്ട, അവൾക്കൊരു മെസ്സേജ് അഴക്കുന്നേ, അവരിവിടെ ബുള്ളറ്റായിട്ട് പാഞ്ഞെത്തും. ഹരീഷ് ഏട്ടൻ്റെ മെസ്സേജ് കണ്ട അപ്പോൾ ഹരീഷ് ഏട്ടന് സമാധാനം. അതുകൊണ്ട് ഹരീഷ് ഏട്ടനൊരു മെസ്സേജ് അങ്ങോട്ട് അഴക്കുന്നേ, അതുവരെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു വിടുക. നമ്മുടെ ഹരീഷ് ഫോൺ എടുത്തിട്ട് മെസ്സേജ് അടക്കാനായിട്ട് നോക്കുക. ഈ സമയത്ത് ഹരീഷിൻ്റെ കാമുകിയാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആൾ ഓൺലൈനിലുണ്ടല്ലോ, ഞാൻ ഏതായാലും മെസ്സേജ് അടക്കില്ല. അങ്ങനെ വേണ്ടല്ലോ, ഇങ്ങോട്ട് മെസ്സേജ് അടക്കട്ടെ. ഹരീഷ് ആണെങ്കിൽ മെസ്സേജ് അടക്കണോ വേണ്ടയോ, ദൈവമേ എന്ത് ടൈപ്പ് ചെയ്യും, ഒന്നും കൊണ്ട് മനസ്സിലേക്ക് വരുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹരീഷ് ആ മെസ്സേജ് ഓൺലൈനിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും ഇവളാണെങ്കിൽ എൻ്റെ ദൈവമേ ഓൺലൈനിൽ നിന്ന് പോവുകയും ചെയ്തു, എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധീഷിനെ തന്നെയാണ്. അപ്പോൾ സുധീഷ് ആ പോലീസ് ഓഫീസറെയും കാത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പോലീസ് ഓഫീസർ വരികയാണ്. എന്താ സുധീഷേ എന്നൊക്കെ ചോദിച്ചപ്പോഴേ, സാറേ എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ സാറേ, സാർ ഒന്നും കൂടി വിളിച്ച് സംസാരിക്കണം. എന്താടാ, ഡിവോഴ്സിൻ്റെ കാര്യം തന്നെയാണല്ലേ? അയ്യോ സാറിന് എങ്ങനെ മനസ്സിലായി സാറേ? അത് നീ വിളിച്ച് വരുത്തുമ്പോൾ തന്നെ എനിക്കറിയാലോ. സാറിന് എന്താ വേണ്ടത്? ഞാൻ വടയും ചായയും പറയട്ടെ? അയ്യടാ ഈ സമയത്താണോ വടയും ചായ? എനിക്കേ 6 പൊറോട്ട ബീഫ് കറിയും വേണമെന്ന് പറയണം. 3 പൊറോട്ട പാഴ്സലാക്കാനാണ്, അവിടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ. അപ്പം മക്കളില്ലേ സാറേ? ഇല്ല മക്കളില്ല. അത് നന്നായി. അത് ശരിയാ സാറേ, അത് നന്നായി. എടാ എന്താടാ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അത് സാറേ പിന്നെ വേറൊന്നുമില്ല സാറേ, ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ MLAയുടെ മോനെ ഞാനൊന്ന് തലോടി, അതിനെ തുടർന്ന് കേസുകളാണ്, എൻ്റെ വണ്ടിയും പിടിച്ചു വെച്ചിരിക്കുക. അതിലും എന്തെങ്കിലും ഒത്തുതീർപ്പാക്കണം സാറേ. ആകെ പ്രശ്നത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഡിവോഴ്സും വന്നിരിക്കുന്നത് സാറേ. സാറ് ഞാൻ പറയുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് വിളിച്ചാൽ മാത്രം മതി സാറേ. സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാം ഓക്കെയോ? എടാ നീ എന്നെ ഇതിൽ കുരുക്കാനുള്ള പരിപാടിയാണ്? അയ്യോ സാറേ ഇല്ല സാറേ, കുരുക്കാനുള്ള പരിപാടിയില്ല, ഒരു ജീവിത മരണം പോരാട്ടമാണ് സാറേ. ഒന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും സോൾവ് ആക്കി തരണം സാറേ. ശരി പൊറോട്ട വരട്ടെ, എന്നിട്ട് തീരുമാനിക്കും എന്ത് വേണമെന്ന്. അങ്ങനെ നിധിയെ കാണിക്കാം. അപ്പോൾ നമ്മുടെ സുധീഷ് വന്ന് ഈ നികേഷിനോട് പറയുകയാണ്, നിധിയെ ഒന്നും പറഞ്ഞില്ല നിന്നോട്? ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല ഡിവോഴ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല? എന്നോടൊന്നും പറഞ്ഞില്ലെന്നേ. മോളെ നിധി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പം നിധി വരികയാണ്. എന്താണ് സുഭാഷ് ഏട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതേ മോളെ എന്തായി കാര്യങ്ങളൊക്കെ, ഡിവോഴ്സിൻ്റെ കാര്യം അതൊക്കെ അപ്പീൽ ചെയ്തോ? അതെല്ലാം എഴുതി കൊടുത്ത്, ഇനിയും കുറച്ച് താമസമൊക്കെ ഉണ്ട്, എത്രയും പെട്ടെന്നൊന്നും ഡിവോഴ്സ് കിട്ടൂലല്ലോ. കുറേ കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. കൗൺസിലിങ്ങോ? അതെന്താ? അതെ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് രണ്ടുപേരുടെ അഭിപ്രായം ചോദിക്കും. എന്തിനാണ് ഡിവോഴ്സ്, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തത് എന്നതായ കുറേ കാര്യങ്ങളെല്ലാം. അങ്ങനെയാണല്ലേ? പിന്നെ അല്ലാതെ. അതുമാത്രമല്ല, നമുക്ക് കല്യാണം കഴിക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷേ കല്യാണം എന്ന് പറഞ്ഞ കുരുക്കിന് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതനാകുക എന്നൊക്കെ പറയുന്നത് വല്ലാത്ത റിസ്ക്കായ കാര്യം തന്നെയാണ്. അല്ല മോളെ, അപ്പോൾ ഈ ഡിവോഴ്സ് ആകാൻ ഇനിയും കാലതാമസമുണ്ടോ? പിന്നെ ഒരു 6 മാസമെങ്കിലും എടുക്കും. 6 മാസം എടുക്കുമല്ലേ? നാളെയും പോകാനുണ്ട്. നാളെയും പോകാനുണ്ടോ? ഇനിയും വിളിക്കുമോ? പിന്നെ അല്ലാതെ ഇനിയും വിളിക്കുമോ എൻ്റെ സുഭാഷ് ഏട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ
നമ്മുടെ നിധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് ഈ സുധീഷ് ഈ പോലീസ് ഓഫീസറെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അപ്പോൾ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ ഇന്ന സ്റ്റേഷനിലെ ഓഫീസറാണെന്ന് പറയുകയാണ്. സുഭാഷ് ചേട്ടാ ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിധി പുറത്തേക്ക് ഇറങ്ങി പോവുക. പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ഹലോ സാറേ എന്താ സാറേ വിളിച്ചത്? കുട്ടി എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. കുട്ടി എന്തിനാ ഡിവോഴ്സിന് വേണ്ടി അപ്പീൽ കൊടുത്തത്? സാർ എന്താ സാർ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ എത്ര പാടുപെട്ടാണ് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്തിയത്, എന്നിട്ട് ഡിവോഴ്സിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഒന്ന് സ്പീക്കർ ഫോണിൽ ഇടാനായിട്ട്. എന്താണ് നിനക്ക് എന്നെ വിശ്വാസമില്ല? അയ്യോ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല സാറേ, എന്നാലും ഒന്ന് കേൾക്കാൻ വേണ്ടി. അങ്ങനെ സ്പീക്കർ ഫോൺ ഇടുകയാണ്. കുട്ടി ഇതൊന്നും ശരിയായ കാര്യമല്ല. അയ്യോ സാറോട് ഇതെല്ലാം ആരാ പറഞ്ഞത്? അപ്പോൾ ഈ പോലീസ് ഓഫീസർ ഒന്ന് തമ്പിച്ചു. അപ്പോൾ സുധീഷ് പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് പറഞ്ഞതെന്നല്ലല്ലോ കാര്യം, കുട്ടി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും സാറേ. ആര് പറഞ്ഞതെന്നുള്ളതല്ല, കുട്ടി എന്തിനിങ്ങനെ ചെയ്തു അതാണിപ്പോൾ അറിയേണ്ടത്. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡിവോഴ്സ് 6 മാസം പോലും തികച്ചത് ജീവിച്ചില്ലല്ലോ. അതിനു മുമ്പ് തന്നെ ഡിവോഴ്സ് ആവണമെന്ന് എത്ര നിർബന്ധം എന്താ? കുട്ടികളുടെ വീട്ടുകാർക്ക് ഇത് വല്ലതും അറിയോ? അറിയില്ലായിരിക്കും അല്ലേ? കല്യാണമേ ആ വീട്ടുകാരെ അറിയിച്ചില്ല, ഡിവോഴ്സെങ്കിൽ നിങ്ങൾക്ക് അറിയാക്കാനേ പറ്റില്ലല്ലേ? ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്മാറിക്കൊള്ളണം. നിങ്ങൾ ജീവിതം എന്ന് പറയുന്നത് കുട്ടിക്കളിയായിട്ടാണോ? നിങ്ങളുടെ ഭർത്താവിനോടൊന്നും കൂടി നിങ്ങൾ സംസാരിക്കേ, അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സുധീഷ് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്തായാലും നല്ല തീരുമാനം തന്നെ വേണം എടുക്കാനായിട്ട്. ഈ ഡിവോഴ്സ് നടക്കാനായിട്ട് പാടില്ല. ഞാനേതായാലും കുട്ടികളുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, വീട്ടിലോട്ട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സാറേ എന്താ സാറേ? എനിക്കിനി ഒന്നും പറയാനില്ല, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാം. സുധീഷിന് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ്. അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുക, ഇത് ആരാണ് ഇതൊക്കെ പറയുന്നത്? ആരാണ് ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അപ്പോൾ സുധീഷാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് സാറേ. എടാ ഇനിയും ഇത്തരത്തിലുള്ള വേഷം കിട്ടൊന്നും കാണിക്കല്ലേടാ, നന്നായിട്ട് ജീവിക്കാനായിട്ട് നോക്കടാ. ശരി സാറേ, ഞാൻ ജീവിക്കാനായിട്ട് നോക്കിക്കോളാം സാറേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം, ആശംസ, നമസ്കാരം, താങ്ക് യു, സീ അഗൈൻ, ബൈ.